ആദ്യ 4 പന്തുകൾ സൂക്ഷിച്ചടിച്ച് നോക്കി മാറ്റ് ഹെൻറി എവിടെ പിച്ച് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കി അഞ്ചാമത്തെ പന്ത് ലോങ് ഓണിലൂടെ അടിച്ചൊരു ഫ്ലാറ്റ് 6 79 മീറ്റർ നീളമുള്ള 6 മറുപടി പറയും. ഈ ഗംഭീരമായ ഷോട്ട് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും ആദ്യത്തെ റൺസ് പോകുന്നത് തന്നെ ഒരു 6 ആയിട്ടാണ്. വേറെ അല്ലാണ്ട് സിംഗിൾ അടിക്കാനൊന്നും ശ്രമിക്കുന്നില്ല. ആദ്യത്തെ 4 പന്ത് സഞ്ജുവിനെ ഒന്ന് ബീറ്റാക്കാനും ഒന്ന് പേടിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചെങ്കിൽ പോലും അതൊക്കെ വെറും ആക്ടിംഗ് ആയിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, വെറും ആക്ടിംഗ് ആയിട്ട് തന്നെ കണക്കാക്കാം. പക്ഷേ ആ രീതിയിൽ തന്നെ മാറ്റ് ഹെൻറി വേഴ്സസ് സഞ്ജു സാംസൺ കോൺടെസ്റ്റ് നമ്മൾ എങ്ങനെയാണോ ജോഫ്ര ആർച്ചർ സഞ്ജു സാംസൺ കോൺടെസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നത്, ജോഫ്ര ആർച്ചറിനെ തലങ്ങും വിലങ്ങും കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചതുപോലെ തന്നെ മാറ്റ് ഹെൻറിയുമായിട്ടുള്ള കോൺടെസ്റ്റും അതുപോലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ആദ്യത്തെ ഓവറിൽ മെയ്ഡനിലേക്ക് നീങ്ങുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് നിന്നാണ് അഞ്ചാമത്തെ പന്ത് കൃത്യമായി ലോങ് ഓണിലൂടെ ഒരു 6, അതും 79 മീറ്ററാണ്. അഹമ്മദാബാദ് സ്റ്റേഡിയം എന്ന് പറയുന്നത് നല്ല നീളമുള്ള വിസ്തീർണമുള്ള ഗ്രൗണ്ടാണ്. സ്വാഭാവികമാണ് ലെഗ് സൈഡും ഓഫ് സൈഡും ഒക്കെ അതനുസരിച്ച് ഉള്ള ഏരിയ ഉണ്ട്, സ്ഥലമുണ്ട്, സ്ട്രൈറ്റും അത്രയാണ്. പക്ഷേ 79 മീറ്റർ അടിച്ചിട്ട് പോലും ആ ബൗണ്ടറി ക്വസ്റ്റൻ അത്രേ ഉള്ളൂ. വേറെ വല്ല ഗ്രൗണ്ടിലും ആണെങ്കിൽ അത് ഫസ്റ്റ് ഇയറിലെ ഒരു 10ാമത്തെ റോയിലെങ്കിലും പോകേണ്ട ഒരു 6 ഇവിടെ ആയതുകൊണ്ട് മാത്രം അത്രയും പോയി. എന്തായാലും ആ ഒരു തുടക്കം വളരെ നിർണായകമായിരുന്നു. സഞ്ജുവിന് ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടാനും വളരെയധികം നിർണായകമായിരുന്നു. സോ മാറ്റ് ഹെൻറി വേഴ്സസ് സഞ്ജു സാംസൺ കോൺടെസ്റ്റിൽ എന്തായാലും ആദ്യത്തെ ഓവർ സഞ്ജു തൂക്കി, അതുപോലെ തന്നെ ആ രീതിയിൽ ആ ഓവർ മാറുകയും ചെയ്തു. നിർണായകമായ കോൺടെസ്റ്റുകൾ തന്നെയാണ്. ന്യൂസിലൻഡ് കൃത്യമായിട്ടാണ് ജേക്കബ് ഡഫി ഇറക്കുകയും ചെയ്തു. സോ ന്യൂസിലൻഡ് കൃത്യമായിട്ട് അവരുടെ പ്ലാൻസ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. അതനുസരിച്ച് ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ പ്രതീക്ഷയുടെ 2 ഭാരങ്ങൾ നമ്മുടെ 2 പ്രധാനപ്പെട്ട ഓപ്പണേഴ്സിലും വെക്കുന്നത്. അതും സഞ്ജുവിന് ഫൈനലിലേക്ക് കളിക്കുമ്പോൾ ആ പ്രഷർ ഇപ്പം തന്നെ ആ കളി കാണുമ്പോൾ പോലും നെഞ്ചെടുപ്പാണ്. കാരണം അപ്പോൾ പിന്നെ ആ പ്ലെയേഴ്സിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. ആ പാക്ഡ് ക്രൗഡാണ്, ഒരു സീറ്റ് പോലും വേക്കൻ്റ് അല്ല. അവിടെ നിന്നുകൊണ്ടാണ് ആ നിർണായകമായ ഒരു ഷോട്ട്, പ്രഷർ ഈസ് ഔട്ട് ചെയ്യുന്ന ആ ഒരു ഷോട്ട് സഞ്ജുവിൻ്റെ ബാറ്റിൽ നിന്നും പിറക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.